ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മോശ എന്ന വ്യക്തിയുടെ മുൻപിൽ 2 വഴികൾ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന്. ഒരു ഭാഗത്ത് മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളും, മറുഭാഗത്ത് ദൈവജനത്തോടു കൂടെയുള്ള കഷ്ടതയും. പ്രതിഫലം നോക്കിയത് കൊണ്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. നല്ലൊരു തിരഞ്ഞെടുപ്പാണ് മോശ നടത്തിയത്. മോശയുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രതിഫലം നമുക്ക് മോശയുടെ അടക്ക സമയത്ത് കാണാനായിട്ട് കഴിയും. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു എങ്കിൽ അന്ന് ലോകത്തിലേക്കും വെച്ചും കിട്ടാവുന്ന ഏറ്റവും വലിയ അടക്ക ശുശ്രൂഷ, ഒരു പിരമിഡ് മോശയ്ക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ദൈവഹിതപ്രകാരം തിരഞ്ഞെടുത്തതുകൊണ്ട് ദൈവം മോശയെ അനുഗ്രഹിച്ചു, പ്രതിഫലം കൊടുത്തു. എങ്ങനെയെന്നല്ലേ? മോശയുടെ അടക്കം നടത്തിയത് ദൈവമാണ്. ഈ ലോകത്തിൽ അങ്ങനെ ഒരു മനുഷ്യന് ഒരു പദവി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് മോശയ്ക്ക് മാത്രമാണ്. അതെ, നമ്മുടെ തിരഞ്ഞെടുപ്പും പ്രതിഫലം നോക്കി മാത്രമായിരിക്കട്ടെ. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് വലിയൊരു പ്രതിഫലം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ദൈവഹിത പ്രകാരം തിരഞ്ഞെടുക്കാം. ഗാഡ് ബ്ലസ് യു.